പണിക്കർ സാറിൻ്റെ ചരമദിനം മുതൽ IV ദാസിൻ്റെ ദിവസം വരെയാണ് അക്കാലം കണക്കാക്കുന്നത്. പണിക്കർ സാറിനെ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രസംഗകനും ഉദ്ഘാടകയും ഒക്കെ പണിക്കർ സാറിനെ അനുസ്മരിച്ചു. വളരെ ത്യാഗപൂർണമായി ഒരു കാലഘട്ടം അദ്ദേഹം ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ ജീർണമായ ഒരു ഇരുണ്ട സാംസ്കാരിക കാലഘട്ടത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ജാത്യാധിപത്യങ്ങളും തീണ്ടലും തൊടിയിലും അസമത്വങ്ങളും അടിച്ചമർത്തലുകളും ഒക്കെ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പോലുള്ള സാഹചര്യമില്ലാത്ത, അക്ഷരം പഠിക്കാനുള്ള സാഹചര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പോലും ഈ രംഗത്തേക്ക് പ്രവർത്തനത്തിന്. അപ്പോൾ അദ്ദേഹത്തെ പത്രം വായിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ അനുസ്മരിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളെ ആരെയും ഇരുത്തി ചിന്തിപ്പിക്കും. 15-ാമത്തെ വയസ്സിൽ അദ്ദേഹം സനാതനധർമ്മ വായനശാല എന്ന് പറഞ്ഞ് തൻ്റെ അയൽവക്കത്തുനിന്നോ ബന്ധുവീടുകളിൽ നിന്നൊക്കെ കുറേ പുസ്തകമൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവച്ചൊരു വായനശാല തുടങ്ങി. പത്രം വരുത്തിയിരുന്ന 2-3 പ്രമുഖരായ വീടുകൾ, അവരുടെയൊക്കെ പത്രങ്ങൾ അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടു. അങ്ങനെ ഒരു വായനശാല അദ്ദേഹം നീലംപേരൂരിൽ തുടങ്ങി. തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി 15 വയസ്സ് തികഞ്ഞിട്ടില്ല നമ്മൾ ആലോചിക്കുന്നത്. വായനശാലയ്ക്ക് സ്വന്തമായി ഒരു പത്രം വേണം. ഒരു പത്രം വരുത്താനുള്ള കാശില്ല, 10 പൈസ മുടക്കാനുള്ള കാശില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈ കുട്ടിക്കൊരു അറിവ് കിട്ടി. കോട്ടയത്ത് നിന്ന് മലയാള മനോരമ പത്രം ഇടയ്ക്ക് കാണാറുണ്ട്. അത് കോട്ടയത്ത് നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നതെന്ന് അറിഞ്ഞു. ഒരു ദിവസം രാവിലെ ഒരു തോർത്തുമൊക്കെ എടുത്തുണ്ട്. തോർത്ത് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, വസ്ത്രം അത്രയേ ഉള്ളൂ. ഒറ്റ നടപ്പുണ്ട്. അള്ളിക്കുലിക്കൊന്നും കാശില്ല, വെള്ളം കുടിക്കാൻ കാശില്ല. ഒറ്റ നടന്നു കോട്ടയത്തേക്ക് വഴി ചോദിച്ച് നടന്നു. നീലംപേരൂരിൽ നിന്ന് കോട്ടയത്തേക്ക് നടക്കുകയാണ്. അന്വേഷിച്ച് മനോരമയുടെ ഓഫീസിൽ ചെല്ലുന്നു. ഓഫീസിൻ്റെ വരാന്തയിലേക്ക് കയറുമ്പോൾ മാമൻ മാപ്പിള അതിഥികളുമായി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുട്ടി വരാന്തയിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്നു. അപ്പോൾ മാമൻ മാപ്പിള ചോദിച്ചു, ഏതാ ഒരു കുട്ടി അവിടെ നടക്കുന്നല്ലോ, എന്താന്ന് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വന്ന് ചോദിച്ചു, എന്താ കുട്ടി നീ ഇവിടെ ഒന്ന് ഇങ്ങനെ ചുറ്റി നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പത്രാധിപർക്ക് ഒരു കത്ത് കൊടുക്കാൻ വന്നു, ഒരു അപേക്ഷ കൊടുക്കാൻ വന്നതാണ്. ഈ പത്രാധിപർ മാമക്ക് വലിയ അത്ഭുതമായി. എന്താണ് ഈ ഒരു കുട്ടി എനിക്ക് അപേക്ഷ തരാൻ, എന്തപേക്ഷ? കൊണ്ട് തരാൻ പറഞ്ഞു. വാങ്ങിച്ച് വായിച്ചു നോക്കുമ്പോൾ, എൻ്റെ നാട്ടിൽ ഒരു വായനശാല തുടങ്ങിയിരിക്കുന്നെന്നും അവിടെ ഒരു പത്രം വരുത്താനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല എന്നും, അതുകൊണ്ട് അങ്ങയുടെ മനോരമ പത്രം സൗജന്യമായി ഞങ്ങളുടെ വായനശാലയിൽ ഇട്ടു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇതാണ് അപേക്ഷ. മാമയ്ക്ക് വലിയ അത്ഭുതമായി. അപ്പോൾ പേരൊക്കെ ചോദിച്ചു, വീട് ചോദിച്ചിട്ട് തലയെ തട്ടിയിട്ട് പറഞ്ഞു, നാളെ മുതൽ പത്രം വരും അവിടെ. അന്ന് ഇതുപോലെ പത്രത്തിന് ഏജൻസിയും വിതരണക്കാരും ഒന്നുമില്ല, പോസ്റ്റിലാണ്. ചെറിയൻ മാപ്പിളയെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ മുതൽ ഈ കുട്ടി തരുന്ന അഡ്രസ്സിൽ പത്രം എത്തിക്കണം. അവിടെ നിന്ന് തിരിച്ചു നടക്കുകയല്ല ചെയ്തത്, പണിക്കർ ഓടി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓടി നാട്ടിൽ വന്ന് വിളിച്ചു കൂവിക്കൊണ്ട് നടന്നു. നമ്മുടെ വായനശാലയ്ക്ക് പത്രം കിട്ടി. പിറ്റേ ദിവസം മനോരമ പത്രം ഈ സന്മാർഗ വായനശാലയിൽ എത്തി. ഇതൊക്കെ അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കാതിരുന്നു. ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചു, ജനജാഗ്രതാ ജാഥകൾ എന്നൊക്കെ പറഞ്ഞ പല ജാഥകൾ നടത്തി, ക്യാൻഫഡ് ഉണ്ടാക്കി. മാഡം നേരത്തെ പറഞ്ഞതുപോലെ മുതിർന്ന അക്ഷരാഭ്യാസമില്ലാത്ത മുതിർന്ന ആൾക്കാരെ അക്ഷരം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാൻഫഡ് ഉണ്ടാക്കി. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനമൊക്കെ വന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസമില്ലാത്ത, അക്ഷരം അറിയാൻ പാടില്ലാത്ത മനുഷ്യരില്ല. ഈ ഇന്ത്യ രാജ്യത്ത് 100% ആൾക്കാരും വിദ്യാസമ്പന്നരായിട്ടുള്ള, അക്ഷരജ്ഞാനമുള്ളവരായിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. വേറൊരിടത്തുമില്ല. മറ്റിടത്തൊക്കെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അവിടുത്തെ സ്ഥിതി എന്താണ്. ഈ നമ്മൾ വായിക്കുന്നതും അറിയുന്നതൊന്നും അല്ല സ്ഥിതി. അതിൻ്റെ തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ചരിത്രത്തിൽ എന്നും സ്മരിക്കപ്പെട്ടു. അപ്പോൾ വായനയാണ് നമ്മുടെ വിഷയം. അപ്പോൾ എനിക്ക് കരുവ എന്നെ വിളിച്ച് പറഞ്ഞത് വിഷയം വായനയും സമൂഹവും എന്നതാണ്. എനിക്ക് 45 മിനിറ്റ് സമയം സംസാരിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്.
വായനയെപ്പറ്റി പറയുമ്പോൾ സാധാരണ ഇവിടെ നേരത്തെ പറഞ്ഞു, നമ്മൾ വായനയെപ്പറ്റി ഇവിടെ പറയുമ്പോഴും പറയുന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയാണ്. നട്ടല് നിവർന്ന് നിൽക്കണമെങ്കിൽ വായിക്കണമെന്നാണ് കുഞ്ഞുണ്ണി മാഷ് വളരെ ലളിതമായ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞത്. അല്ലെങ്കിൽ നട്ടല് നിവർന്ന് നിൽക്കാൻ പറ്റില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നിവർന്ന് നിൽക്കണേ വായിക്കണം. മറ്റു പലരും വായനയെപ്പറ്റി പറഞ്ഞു. ചൈനീസ് ചിന്തകൻ കൺഫ്യൂഷ്യസിൻ്റെ ഒരു വാചകമാണ്. അത് വായിച്ചറിയാത്തവരുടെ സഞ്ചാരം ഇരുളിലായിരിക്കും. വായിച്ചറിയാത്തവന്റെ സഞ്ചാരം ഇരുളിലായിരിക്കും. നിലാവും നക്ഷത്രങ്ങളും ഇല്ലാത്ത ഇരുളിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അറിയാൻ തയ്യാറാകാത്ത ഒരു മനുഷ്യന്റെ ജീവിതം ഇരുളിൽ ഒരു മനുഷ്യൻ നടന്നു പോകുന്നത് പോലെയാണ്. സാധാരണ ഇരുളല്ല, നിലാവും നക്ഷത്രങ്ങളും ഇല്ലാത്ത ഇരുൾ. ആ ഇരുളിലൂടെ നടക്കും പോലെയാണ് വായിക്കാൻ തയ്യാറാകാത്ത, വായനയില്ലാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. തനിക്ക് തൻ്റെ ജീവിതത്തെ സംബന്ധിച്ച്, തൻ്റെ സാഹചര്യങ്ങളെ സംബന്ധിച്ച്, തൻ്റെ സമൂഹത്തെ സംബന്ധിച്ച്, തൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ലാതെ അന്ധകാരത്തിലൂടെ സഞ്ചരിക്കേണ്ടതായ ഒരു സ്ഥിതിയിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിലെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും, ശാസ്ത്ര സാഹിത്യകാരൻ കാൾ സാഗന്റെ ഒരു വാചകമാണ്. അദ്ദേഹം സാഹിത്യകാരനല്ല, ശാസ്ത്രം എഴുത്തുകാരനാണ്. അദ്ദേഹം പറയുന്നത് വായന എന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ വിശാലതയിലൂടെ ഒരു കപ്പലിൽ സഞ്ചരിക്കും പോലെയാണ് വായന. നിങ്ങൾ പല ഭൂഖണ്ഡങ്ങളിലേക്ക് നിങ്ങൾ അറിയാതെ എത്തിച്ചേരുന്നു, പല ജനസമൂഹങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു, പല സംസ്കാരങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു, പല ജീവിതക്രമങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു, പല ആഹാര രീതികൾ, പല വസ്ത്രധാരണ രീതികൾ, പല ഭാഷകൾ, അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു. മാത്രമല്ല, നിങ്ങൾ പല കാലങ്ങളിലേക്ക്. നമ്മളൊക്കെ ജീവിക്കുന്ന നമ്മുടെ കാലത്തിലാണ്. ഈ നമ്മുടെ കാലത്തിൽ നിന്ന് പിന്നോട്ട് നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ പിന്നിലേക്ക് നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ, ആ കാലത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ വായിക്കണം. അതാണ് കാൾ സാഗൻ പറയുന്നത്. ഇങ്ങനെ വായനയെപ്പറ്റി പലരും ഇതേപോലെ പല അഭിപ്രായങ്ങളും പറഞ്ഞു. അപ്പോൾ വായനാ ദിനത്തെപ്പറ്റി പറയുമ്പോൾ അതൊക്കെ നമ്മൾ അനുസ്മരിക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. അപ്പോൾ ഒരു സമൂഹത്തിലെ നമ്മളൊരു മനുഷ്യനായി ജീവിക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? ഇത് ഇവിടെ മാത്രമല്ല, നമ്മളപ്പം തത്വശാസ്ത്രപരമായിട്ട് ചിന്തിച്ചാൽ ഭാരതീയ ദാർശനിക ചിന്തകളിലൊക്കെ ഇത് പറയുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റിയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് മറ്റു പല അർത്ഥത്തിലും മറ്റു പല ആശയങ്ങളിലുമാണെന്നുള്ളത്. നേരെ വിപരീതമായ ആശയങ്ങളിലാണ് പറയപ്പെടുന്നത്. വാക്യേവ ബ്രഹ്മം, പഞ്ചമഹാമന്ത്രങ്ങളിലൊന്നായ പ്രജ്ഞാനം ബ്രഹ്മ, ഓമിത്യേകാക്ഷരം ബ്രഹ്മം. ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് എന്താ? അറിവാണ്. ഈ പ്രപഞ്ചത്തിൽ സർവ്വതും അറിവാണ്. അറിവിലൂടെയാണ് സർവ്വതും. ബൈബിളിൽ പറയുന്നില്ലേ, ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടിയായി. ദൈവം വചനമാണെന്നല്ല പറയുന്നത്, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ഇതിനെയൊക്കെ അതിൻ്റെ ശരിയായ അർത്ഥത്തിലാരും വ്യാഖ്യാനിക്കുന്നില്ല, ശരിയായ അർത്ഥത്തിലാരും അറിവ് പകർന്നു നൽകുന്നുമില്ല, ആ രീതി ധരിക്കുന്നുമില്ല. അതിന് നേരെ വിപരീത അർത്ഥത്തിലാണ് നമ്മളെയൊക്കെ ധരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് അറിവിനെ പറ്റി സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന ചിന്തകൾ ഈ രീതിയിലാണ്. വായനയിലൂടെ മാത്രമേ നമുക്ക് അറിവുണ്ടാക്കാൻ കഴിയൂ. ഞാൻ ഈ വായനയിലൂടെ മാറിയ മനുഷ്യരെ പറ്റി ചിന്തിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമുക്കൊക്കെ ചിരപരിചിതമായ, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പഞ്ചതന്ത്രം കഥകളിൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പഞ്ചതന്ത്രം കഥകൾ. ഈ പഞ്ചതന്ത്രം കഥകൾ ഉണ്ടായതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. കഥയുടെ കഥയെന്നൊക്കെ പറയും. അത് ദക്ഷിണാപഥത്തിലെ എന്താണ് രാജ്യത്തിൻ്റെ പേര് പറഞ്ഞു, മഹിളാരോപ്യം എന്ന് പറയുന്ന രാജ്യത്ത് രാജാവുണ്ടായ, അമരശക്തി എന്ന പേരിൽ ഒരു രാജാവ്. അദ്ദേഹം വലിയ അറിവും പാണ്ഡിത്യവും ധാർമ്മിക ബോധവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് 3 കുട്ടികളുണ്ട്. അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഈ കുട്ടികളെ വളരെ വിജ്ഞരായിട്ട് വളർത്തിയെടുക്കണം, നല്ല ജ്ഞാനികളായി വളർത്തിയെടുക്കണം. സമൂഹത്തിൻ്റെ രാജാവിൻ്റെ മകനാണ്, ഈ രാജ്യം നാളെ ഭരിക്കേണ്ടവരാണ്. അപ്പോൾ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ രാജ്യം ഭരിക്കാനുള്ള വിജ്ഞാനം ഇവർക്കുണ്ടാകണം.
ആ തരത്തിലുള്ള സ്വഭാവം ഉണ്ടാകണം, വിനയാന്വിതരായിരിക്കണം, സംസ്കാര സമ്പന്നരായിരിക്കണം എന്നൊക്കെ ഉള്ള ബോധത്തോടുകൂടി അദ്ദേഹം കുട്ടികളെ വളർത്തണം. പക്ഷെ നിർഭാഗ്യവശാൽ ഈ കുട്ടികളൊക്കെ ശുദ്ധ തെമ്മാടികളായിട്ടാണ് വളർത്തുന്നത്. യാതൊരു അനുസരണയില്ല, ആര് പറഞ്ഞാലും കേൾക്കില്ല, തോന്നിമാസെ കാണിക്കും, തോന്നിമാസെ പറയും. അപ്പൊ രാജാവിന് വലിയ നിരാശയായി. എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം? ഒരുപാട് ഗുരുക്കന്മാരെ വരുത്തി വിദ്യാഭ്യാസത്തിന് എഴുതി നോക്കി. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഗുരുക്കന്മാരെല്ലാം ഓടിപ്പോവുക, ഇവരുടെ ഇത് പറ്റുന്നില്ല, ഓടിപ്പോയി. അങ്ങനെ അദ്ദേഹം തൻ്റെ സദസ്സിൽ ഈ വിഷയം ഉന്നയിക്കുന്നു. എൻ്റെ കുട്ടികൾ ഇങ്ങനെയാണ്, ഇതിനൊരു മാറ്റം വേണം, അവരെ നന്നാക്കിയെടുക്കണം, അതിനെന്താ വഴി? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രി പറയും, ഒരു ശ്രേഷ്ഠ ഗുരുവുണ്ട്, എൻ്റെ അറിവിൽ ഒരു ശ്രേഷ്ഠ ഗുരുവുണ്ട്. അദ്ദേഹം ശ്രമിച്ചാൽ ഒരു പക്ഷേ ഇദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പേര് വിഷ്ണു ശർമ്മൻ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. രാജാവ് പറയുന്നു, ശരി ആയിക്കോട്ടെ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അദ്ദേഹത്തെ വരുത്താൻ പറയും. അങ്ങനെ അദ്ദേഹത്തെ വരുത്തുന്നു. അദ്ദേഹം നാട്ടിലെത്തി, കൊട്ടാരത്തിലെത്തി. രാജാവ് ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്താണ്? അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ കുട്ടികളെ നിങ്ങൾ നന്നാക്കി വളർത്തിയെടുത്താൽ നിങ്ങൾക്ക് രാജ്യത്തെ കുറെ ഭൂമി കരമൊഴിവായി ഞാൻ ദാനം ചെയ്യാം എന്ന് പറയും. ഈ ഗുരു പറയുന്നു, എൻ്റെ ജ്ഞാനം അല്പം ഭൂമിക്ക് വേണ്ടി കൈമാറാനുള്ളതല്ല, അത് കുട്ടികൾക്ക് പകർന്നു നൽകാനുള്ളതല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയുടെ പേരിൽ ഞാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല, പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറയും. അങ്ങനെ അദ്ദേഹത്തെ അടുത്തൊരു വാസസ്ഥലത്ത് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. കുട്ടികളെ പരിചരന്മാരോടുകൂടി അവിടെ എത്തിച്ചു കൊടുക്കുന്നു. ഈ പറഞ്ഞതുപോലെ ആദ്യം ഗുരു പറയുന്നൊന്നും കേൾക്കുന്നില്ല, അവന്മാർ അവരുടെ പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഗുരു ഒരു കഥ എഴുതി. അടുത്ത ദിവസം കുട്ടികളെ കഥ പറഞ്ഞു കേൾപ്പിച്ചു. പിന്നീടൊരു കഥ എഴുതി. അങ്ങനെ 6 മാസക്കാലം കൊണ്ട് 5 ഭാഗങ്ങളായി ഒട്ടനവധി കഥകൾ എഴുതി. മിത്രലാഭം, പൃഥ്വിമിത്രഭേദം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള 5 ഭാഗം. അങ്ങനെയാണ് പഞ്ചതന്ത്രം എന്നുള്ള പേര് വരുന്നത്. 5 ഭാഗങ്ങൾ, 5 ആശയങ്ങളാണ്, 5 തത്വങ്ങളാണ് അതിൽ വരുന്നത്. 5 തത്വങ്ങളാണ്. ഒരു 6 മാസമായി കഴിഞ്ഞപ്പോൾ രാജാവിന് തോന്നി, ഈ കുട്ടികൾ എങ്ങനെ വളരുന്നു എന്നൊന്ന് അന്വേഷിക്കണ്ടേ, ഒന്ന് കാണണ്ടേ. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങോട്ടേ പരിവാരങ്ങളുമായി അദ്ദേഹം ഈ വിഷ്ണു ശർമ്മൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ വിഷ്ണു ശർമ്മൻ കുട്ടികളോട് പറഞ്ഞു, രാജാവ് എഴുന്നള്ളുന്നുണ്ട് നിങ്ങളെ കാണാൻ. അദ്ദേഹം സങ്കല്പിച്ചതിന് വിരുദ്ധമായി ഈ കുട്ടികൾ വളരെ വിനയാന്വിതരായി താമസ സ്ഥലത്തിൻ്റെ പടിവാതിക്കൽ ഈ രാജാവിനെയും പരിവാരങ്ങളെയും സ്വീകരിക്കാനായി വിനയാന്വിതരായി വളരെ സംസ്കാര സമ്പന്നരായ കുട്ടികളെ പോലെ നിൽക്കുന്നു. രാജാവിന് അത്ഭുതം തോന്നി. അദ്ദേഹം വന്ന് കുട്ടികളുമായി സംസാരിച്ചു. അദ്ദേഹം ആഗ്രഹിച്ചതിനേക്കാൾ വളരെ വലിയ രീതിയിൽ കുട്ടികൾ മാറിയിരിക്കുന്നു. അവർ ജ്ഞാനികളായിരിക്കുന്നു, അവർ സംസ്കാര സമ്പന്നരായിരിക്കുന്നു, അവർ വിനയാന്വിതരായിരിക്കുന്നു, വലിയ നീതിബോധത്തിന് ഉടമയായിരിക്കുന്നു കുട്ടികൾ. എങ്ങനെയാണ് അവർ മാറിയത്? ഈ കഥകളിലൂടെ, ആശയസമ്പുഷ്ടമായ ഈ കഥകൾ. അതാണ് വായനയുടെ പ്രാധാന്യം. നമ്മൾ വായനയെ കാണേണ്ടത് അങ്ങനെയാണ്. ആ രീതിയിലാണ് വായന, ഒരു മനുഷ്യനിൽ വായന സ്വാധീനം ചെലുത്തുന്നത് ഈ രീതിയിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ തലമുറകളായി കുട്ടികൾക്ക് പഞ്ചതന്ത്രം കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ആശയം, ആ ആശയം അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ഫലപ്രാപ്തി ഉണ്ടാകും. ഇതുപോലെ തന്നെ ഒരു അമേരിക്കയിൽ ഒരു നടന്ന കഥയാണെന്നാണ് പറയുന്നത്. സാധാരണ പറഞ്ഞു കേൾക്കുന്നത് നടന്ന കഥയാണെന്ന്. ഒല്ലി നീൽ എന്ന് പറയുന്ന ഒരു കറുത്തവർഗക്കാരൻ, അദ്ദേഹം അടുത്തൊരു ഇത് വന്നിട്ടുള്ളതാണ്, പത്രത്തിലൊക്കെ വന്നിട്ടുള്ളതാണ് ഈ കഥ, വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ പലരും വായിക്കാനിടയായിട്ടുണ്ടാവും. അവിടുത്തെ ഒരു സാധാരണ കൃഷിക്കാരനായ ഒരു അമേരിക്കൻ വംശജൻ്റെ 14 മക്കളിൽ 13-ാമനാണ് ഒല്ലി നീൽ. ശുദ്ധതമ്മാടി. അദ്ദേഹത്തെ സ്കൂളിൽ കൊണ്ട് ചേർത്തു. ക്ലാസ്സിൽ കയറില്ല, കയറിക്കഴിഞ്ഞാൽ ഉപദ്രവമാണ്, അധ്യാപകരെ അംഗീകരിക്കില്ല, പുസ്തകം കൈകാര്യം ചെയ്യില്ല, പുസ്തകം നശിപ്പിക്കും, മറ്റു കുട്ടികളെ ഉപദ്രവിക്കും. കുട്ടികളുടേത് അവിടെ ഗ്രാഡി എന്ന് പറയുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ വളരെ പ്രിയങ്കരിയായ ഒരു ടീച്ചറാണ്.
സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും കുട്ടികളെ നന്നായി കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെ ത്യാഗപൂർണമായി പ്രവർത്തിക്കുന്ന ഒരു ടീച്ചറാണ്. അവരോട് മോശമായി പെരുമാറി ഇവൻ കരയിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം മിക്കവാറും ക്ലാസ്സിലൊന്നും കയറില്ല. ക്ലാസ് നടക്കുന്ന സമയത്തോടെ കോമ്പൗണ്ടിലോ പരിസരത്തൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് തോന്നിവാസം കാണിച്ച് നടക്കാൻ മതി. അപ്പോൾ സ്കൂളിലെ ലൈബ്രറിയുടെ ചാർജ് ഈ ഗ്രാഡി ടീച്ചർ. ഈ ലൈബ്രറിയിൽ ഒരു ദിവസം ടീച്ചർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവനിങ്ങനെ പറമ്പിലൊക്കെ അലിഞ്ഞു തിരിഞ്ഞ് നടന്ന് ഈ ലൈബ്രറിക്കകത്ത് ചെയ്യുന്നു. അവനിത് ലൈബ്രറി ആണെന്നോ ഇതിനകത്ത് പുസ്തകം ഉണ്ടോന്നൊന്നും അറിഞ്ഞിട്ടൊന്നും കയറിയതല്ല. എന്തോ കാണുന്നു, ഒരു കൗതുകത്തിന് അതിനകത്തോട് കയറി. അങ്ങനെ അതിൻ്റെ ഇടയിലൂടെ നടന്നു പോയപ്പോൾ ഒരു അരയ്ക്ക് താഴെ മാത്രം ഒരു ഫ്രോക്ക് ധരിച്ച ഒരു പെൺകുട്ടിയുടെ പടമുള്ള ഒരു പുസ്തകം അവിടെ ഇരിക്കുന്ന കണ്ടു. ആ പുസ്തകത്തിൻ്റെ പേര് ദ ട്രഷർ ഓഫ് പ്ലസന്റ് വാലി എന്ന്. ഇവൻ പെട്ടെന്ന് ആ കൗതുകം തോന്നിയിട്ട് ആ പുസ്തകം എടുത്ത് ഷർട്ടിനകത്ത് മോഷ്ടിച്ചുകൊണ്ടവൻ ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ സാധാരണ പോലെ ഇറങ്ങിപ്പോയി. വീട്ടിൽ ചെന്നിട്ട് അവൻ കൗതുകത്തിന് വേണ്ടി ഈ പുസ്തകം വായിച്ചു. ആ പുസ്തകം അവനെ വല്ലാതെ ആകർഷിച്ചു. അത് വായിച്ചു തീർന്നതിന് ശേഷം അവൻ വീണ്ടും ലൈബ്രറിയിൽ ഇതുപോലെ തന്നെ ലൈബ്രറിയിൽ നിന്ന് മര്യാദയായിട്ട് പുസ്തകം എടുക്കുന്ന പരിപാടിയൊന്നും പുള്ളിക്കില്ല. പുള്ളി ഇതുപോലെ തന്നെ ഒളിച്ച് ആ പുസ്തകം വരുന്ന സ്ഥലത്തിരുന്നു. ഇതവിടെ വെക്കാനായിട്ട് നോക്കുമ്പോൾ ഇതുപോലെയുള്ള വേറൊരു പുസ്തകം അവിടെ ഇരിക്കുന്നു. അത് പൊക്കി ഷർട്ടിനകത്താക്കി. അങ്ങനെ 4 പ്രാവശ്യം ഇവൻ അതിനുള്ളിൽ കയറുകയും ഇതേ എഴുത്തുകാരൻ്റെ 4 പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഈ 4 പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി മാറി. കുട്ടി ക്ലാസ്സിലിരിക്കാൻ തുടങ്ങി, പഠനത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങി, അധ്യാപകരോട് ആദരവോടുകൂടി പെരുമാറുന്നവനായി മാറി. അങ്ങനെ അവൻ പഠിച്ച് മിടുക്കനായി ഉന്നത വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് ആ നാട്ടിലെ അറ്റോർണി പ്രൊമോഷൻ കിട്ടി, ജില്ലാ ജഡ്ജിയായി. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് അവിടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നു. ഇദ്ദേഹത്തെ അവിടെ വിശിഷ്ടാതിഥിയായി ക്ഷണിക്കുന്നു. ഒല്ലി നീലിനെ വിശിഷ്ടാതിഥിയായി ക്ഷണിക്കുന്നു. അദ്ദേഹം വേദിയിലിരിക്കുമ്പോൾ അവിടെ സ്വാഗതം ആശംസിക്കുന്നത് അവിടുത്തെ ഒരു ടീച്ചറാണ്. ടീച്ചറൊന്നും അവന് ഓർമ്മയൊന്നുമില്ല. അത് പഴയ ഈ ടീച്ചറായിരുന്നു, ഗ്രേഡി ടീച്ചറായിരുന്നു. ആ ടീച്ചർ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഈ ഇരിക്കുന്നവൻ ശുദ്ധ തെമ്മാടിയായിരുന്നു. അപ്പോൾ സദസ്സിലിരുന്നവർക്കൊക്കെ ആകെ അത്ഭുതമായി. ആ നാട് ആദരിക്കുന്ന ബഹുമാന്യനായ ജഡ്ജി ആദരപൂർവ്വം ക്ഷണിച്ചു വരിച്ചിരിക്കുന്ന അതിഥിയെ പറ്റി ടീച്ചർ പറയുന്നു, ഇവൻ ശുദ്ധ തെമ്മാടിയായിരുന്നു എന്ന് പറയുന്നു. പറഞ്ഞിട്ട് ഈ കഥ പറയുന്നു. ഇവൻ ഈ ലൈബ്രറിക്കുള്ളിൽ ചെല്ലുമ്പോൾ ലൈബ്രറിയുടെ ചുമതല ഈ ടീച്ചർക്കായിരുന്നു. ടീച്ചർ അതിൻ്റെ മൂലയിലിരുന്ന് കാണുന്നുണ്ടായി. ഇവൻ കയറുന്നതും പുസ്തകം മോഷ്ടിക്കുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. അവർ പറഞ്ഞു, എനിക്ക് അവനെ പിടിച്ച് ശിക്ഷിക്കാമായിരുന്നു. പക്ഷെ അത് അവൻ്റെ ആത്മബോധത്തിന് ക്ഷതമുണ്ടാക്കും, അവൻ്റെ മനസ്സിന് കളങ്കം ഏർപ്പെടും. അത് ദുർബലമായ കുഞ്ഞാണ്. അവൻ്റെ മനസ്സിനത് ആഘാതം ഏൽപ്പിക്കും. ഒരുപക്ഷെ നാളെ അവനെ അതൊരു ക്രിമിനലാക്കി മാറ്റാം. അതുകൊണ്ട് ഞാനത് കണ്ടതായിട്ട് ഭാവിച്ചില്ല. അവൻ കൊണ്ടുപോയി പുസ്തകം മറിച്ച് നോക്കുകയെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അനങ്ങാതെയിരുന്നു. അപ്പം എനിക്ക് തോന്നി ആ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വരും എന്ന് തോന്നി. അതുകൊണ്ട് അതേ എഴുത്തുകാരൻ്റെ മറ്റൊരു പുസ്തകം വാങ്ങാൻ 70 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഒറ്റയ്ക്ക് പോയി സ്വന്തം കാശ് കൊടുത്ത് ഇയാൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകം വാങ്ങിച്ച് അവിടെ കൊണ്ടുവച്ചു. അതാണ് അവൻ രണ്ടാമതെടുക്കുന്നത്. അതെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും പോയി വേറൊരു പുസ്തകം കൂടി വാങ്ങിച്ചുകൊണ്ട് വെച്ചു. ഈ 4 പുസ്തകമെങ്കിൽ 4 പ്രാവശ്യം അവരെ പോയി വാങ്ങിക്കൊണ്ട് വെച്ചതാണ്. അങ്ങനെ ഇവൻ മാറി. അപ്പോഴാണ് ഇദ്ദേഹത്തിന് അതിശയം അത് തോന്നുന്നത്. ടീച്ചർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ടീച്ചർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യരാണെങ്കിൽ എന്ത് ചെയ്യും? ആ കുട്ടിയെ കൈയോടെ പിടിക്കും, കള്ളനെ പിടിച്ചു, സ്കൂളിൽ വിചാരണ ചെയ്യും, പരസ്യമായി വിചാരണ ചെയ്യും. അവനൊരു കള്ളനും ക്രിമിനലുമായി മാറി. അവരുടെ ബുദ്ധിപൂർവമായ പെരുമാറ്റം, അങ്ങനെ വായനയിലൂടെ അവൻ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനായി മാറി. വായന കൊണ്ട് മനുഷ്യന് മാറാൻ കഴിയും. വായന കൊണ്ട് മനുഷ്യന് മാറാൻ കഴിയും. നമുക്കറിയാം, നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവം.
ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണഭൂതമായ വിഷയങ്ങളെ പറ്റി പറയുമ്പോൾ വോൾട്ടയറും റൂസോയും അതുപോലെയുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ചെലുത്തിയ സ്വാധീനത്തെ പറ്റി പറയുന്നത്. എന്താ അവർ ചെയ്തത്? ആ സമൂഹത്തിലെ അന്നത്തെ ഫ്രാൻസിലെ സാധാരണ മനുഷ്യന്റെ കഥ പറഞ്ഞു, സാധാരണ മനുഷ്യന്റെ ജീവിതം പറഞ്ഞു, അവന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞു, അവന്റെ ദുരിതങ്ങൾ പറഞ്ഞു. ഒപ്പം അവിടെ ഉന്നതിയിൽ ജീവിക്കുന്ന പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും അധികാരസ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ജീവിതത്തിന്റെ അവരുടെ ആർഭാടങ്ങളും ചൂഷണങ്ങളും കൊള്ളയുമൊക്കെ ഈ ഗ്രന്ഥങ്ങളിലൂടെ പറഞ്ഞു. ഇത് വായിച്ച് ജനങ്ങൾ ഉത്ബുദ്ധരായി, അവർ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ വിപ്ലവത്തിന് കാരണമായ പല കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇവരുടെയൊക്കെ രചനകളാണ്. ലെനിൻ ഒരിക്കൽ പറഞ്ഞു, സോവിയറ്റ് വിപ്ലവം കഴിഞ്ഞപ്പോൾ ലെനിൻ പറഞ്ഞു, സോവിയറ്റ് വിപ്ലവത്തിൻ്റെ വിപ്ലവത്തിന് നിദാനമായ കാരണങ്ങളിൽ വളരെ പ്രമുഖമായത് ടോൾസ്റ്റോയിയുടെയും ദസ്തോവെസ്കിയുടെയും ഒക്കെ രചനകളാണ്. അവരാരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ല, അവരാരും സോഷ്യലിസ്റ്റുകളായിരുന്നില്ല, അവരൊക്കെ പ്രഭുക്കന്മാരുടെ ഭാഗത്തു നിന്ന് ആ വർഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. പക്ഷെ അവരുടെ രചനകൾ സാധാരണ മനുഷ്യൻ്റെതായിരുന്നു. സാധാരണ മനുഷ്യന്റെ കഥകളാണ് അവർ പറഞ്ഞത്, സാധാരണ മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളാണ് പറഞ്ഞത്. അത് റഷ്യൻ വിപ്ലവത്തിന് പ്രചോദനമായി എന്ന് ലെനിൻ പറഞ്ഞു, മറ്റൊരാളല്ല ഇത് പറയും. ഇതെന്നും പ്രസക്തമാണ്, എന്നും പ്രസക്തമാണ്, എവിടെയും പ്രസക്തമാണ്. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പറയുകയാണ്. മനുഷ്യനെ മാറ്റി തീർക്കുന്നതില്, സമൂഹത്തെ മാറ്റി തീർക്കുന്നതില് വായനയുടെ പങ്ക്. പാവങ്ങൾ എന്നൊരു നോവലിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. പാവങ്ങൾ, വിക്ടർ ഹ്യൂഗോയിൽ. ഫ്രഞ്ച് വിപ്ലവത്തിന് നിദാനമായ അവരുടെ പട്ടികയിൽപ്പെടുന്നയാളാണ് വിക്ടർ ഹ്യൂഗോ. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് അത്. നാലപ്പാട്ട് നാരായണ മേനോൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ട് അതിൻ്റെ പേര് പാവങ്ങളെന്നാണ്. ആ പാവങ്ങൾ ജീൻ വാൽജീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കഥയാണ്. ജീൻ വാൽജീൻ ഒരു പാവപ്പെട്ട വിറവ് കെട്ടുകാരൻ, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു വിറവ് കെട്ടുകാരൻ്റെ കഥയാണ്. ആ വിറവ് കെട്ടുകാരന് ഒരു സഹോദരിയുണ്ട്, സഹോദരിക്ക് മക്കൾ, കുറച്ച് 3-4 മക്കളുണ്ട്. അപ്പോൾ അവിടെ ആ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യരൊക്കെ ദാരിദ്ര്യത്തിലാണ്, പട്ടിണിയിലാണ്, പണിയെടുത്താൽ പോലും ജീവിക്കാൻ കഴിയില്ല. അതാണ് ജീവിത സാഹചര്യം. രാവിലെ ജീൻ വാൽജീൻ തൻ്റെ മഴുവുമായി തെരുവിലിറങ്ങി. വിറക് വെട്ടാനുണ്ടോ എന്ന് വിറക് കെട്ടിയാൽ നാമമാത്രമായ കൂലി കിട്ടും, അത് കൊണ്ടുവന്ന് കുട്ടികൾക്ക് ആഹാരം കൊടുക്കണം. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം പട്ടണം മുഴുവൻ നടന്നിട്ടും പണി കിട്ടിയില്ല. അങ്ങനെ ഒരു ചായക്കടയിൽ, നമ്മുടെ നാട്ടുപുറത്തെ ചായക്കട പോലെ ഒരു ചായക്കടയിൽ ചെന്നിട്ട് ചോദിച്ചു, വിറക് വെട്ടാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരാട്ടി വിളിച്ചു. അദ്ദേഹം മാറി നിന്നിട്ട് തിരിച്ചു നോക്കുമ്പോൾ അവരുടെ കണ്ണാടിപ്പെട്ടിയിൽ അപ്പമിരിക്കുന്നു. അന്ന് വരെ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലേക്കൊരു ചിന്ത വന്നു, ഞാൻ ഒരു കൂലിയും കിട്ടാതെ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ ഈ കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കാൻ ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ വിശപ്പ് മാറ്റും? ഈ ചിന്ത അദ്ദേഹത്തെ സ്ഥലകാല ബോധത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടു. അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഈ പെട്ടിക്കകത്തിരിക്കുന്ന അപ്പത്തിലേക്കായി. ഒരു നിമിഷം അദ്ദേഹം ആ കണ്ണാടി പൊട്ടിച്ചിട്ട് ആ അപ്പവും എടുത്തുകൊണ്ട് ഓടി. അദ്ദേഹത്തെ പോലീസ് വിളിച്ചു. കള്ളനാണ്. വിചാരണ ചെയ്തു, ജയിലടച്ചു. കുറച്ചു ദിവസം കിടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ കുട്ടികൾ പട്ടിണി കിടക്കുന്ന ഓർമ്മ വന്നപ്പോൾ ജയിലിൽ ചാടാൻ ശ്രമിച്ചു. വീണ്ടും ശിക്ഷ വർദ്ധിപ്പിച്ചു. അങ്ങനെ 3-4 തവണ ശ്രമിച്ചു. ജയിൽ മോചിതനായി. അന്ന് അവിടുത്തെ രീതി അനുസരിച്ച് ജയിൽ മോചിതനാകുന്നവർക്ക് കഴുത്തെ തൂക്കാൻ ഒരു മഞ്ഞ കാർഡ് കൊടുക്കും. അത് തൂക്കി വേണം നടക്കാൻ. കാരണം നാട്ടുകാരൊക്കെ അറിയും ഇവൻ കുറ്റവാളിയാണ്, ആരും പിന്നെ അവനെ അടിപ്പിക്കില്ല. അങ്ങനെ ഇവന് പണി കിട്ടുന്നില്ല. അപ്പോൾ ഇവന്റെ മനസ്സിലൊരു ചിന്തയേ ഉള്ളൂ, താൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് തൻ്റെ സഹോദരിയും കുഞ്ഞുങ്ങളും അവർ പട്ടിണി കിടക്കുകയായിരിക്കും, അവരുടെ വിശപ്പ് മാറ്റാൻ എന്ത് ചെയ്യും? മുമ്പൊരു മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ മഴയില്ല. അങ്ങനെ അവൻ തെരുവിലൂടെ രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അടുത്തൊരു വലിയ കൊട്ടാരം പോലൊരു മാളിക, അവിടെ വെളിച്ചം കാണും. ഇയാൾ നേരെ അവിടെ കയറി. അവിടെ കയറി ചെന്ന് മുൻവശത്തെ വാതിലുകൾ മലർക്കെ തുറന്നു കിടക്കുക. അതിനകത്ത് വെളിച്ചമുണ്ട്. അവിടെ ഒരു മേശയിൽ 3 മെഴുകുതിരിക്കാലുകളിരിക്കും. അത് വെള്ളിയിൽ തീർന്നതാണ്. ജീൻ വാൽജീൻ ഒട്ടും ആലോചിച്ചില്ല. ഈ 3 വെള്ളിക്കാലുകൾ എടുത്തുകൊണ്ട്, മെഴുകുതിരിക്കാലുകൾ എടുത്തുകൊണ്ട് റോഡിലേക്ക് ഓടി. ഈ മെഴുകുതിരിക്കാലുകൾ ആ പട്ടണത്തിൽ പ്രശസ്തമാണ്.
കാരണം ഇതാ പട്ടണത്തിലെ ബിഷപ്പിന്റെ കൊട്ടാരം. ബിഷപ്പിന്റെ വെള്ളിക്കാലുകൾ പട്ടണത്തിൽ എല്ലാവർക്കും പരിചിതം. പോലീസുകാർ കേട്ടോ മനസ്സിലായി, അവരെ പിടിച്ചു, കൈയോടെ പിടിച്ചു, നേരെ ബിഷപ്പിന്റെ അടുത്ത് കൊണ്ടുവന്നു. ഇത് അങ്ങയുടെ വെള്ളിക്കാലുകളല്ലേ എന്ന് ചോദിച്ചു. ബിഷപ്പ് പറഞ്ഞു, അതെ, അത് ഇവൻ മോഷ്ടിച്ചു കൊണ്ടുപോയി, ഞങ്ങളുടെ കൈയോട് പിടിച്ചിരിക്കുന്നു. അപ്പം ബിഷപ്പ് പറഞ്ഞു, അവൻ മോഷ്ടിച്ചതല്ല, പിന്നെയോ അത് ഞാൻ അവന് കൊടുത്തത്. ബിഷപ്പ് പറയുന്ന മറുപടി അതാണ്, നമ്മുടെ ഗ്രാഡി ടീച്ചർ ചെയ്തതുപോലെ, അത് ഞാൻ അവന് കൊടുത്തതാണ്. ഗീൻവൽജിയൻ സ്തബ്ധനായി, അദ്ദേഹം സ്തബ്ധനായിപ്പോയി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്തൊരു അനുഭവം ആദ്യമായി ഉണ്ടായിരിക്കും. ക്രൂരമായ പീഡനങ്ങളും അപഹസിക്കലുകളും മാത്രം കേട്ടുകൊണ്ട ഒരു മനുഷ്യൻ സ്നേഹത്തിന്റെ ഒരു ശബ്ദം കേട്ടു, അത് ഞാൻ അവന് കൊടുത്തതാണ്. അപ്പൊ പോലീസുകാർ ചോദിക്കുന്നു, അങ്ങേക്ക് ഇവനെ അറിയാമോ? അറിയാം, അവൻ എൻ്റെ സഹോദരൻ. റഷ്യൻ വിപ്ലവത്തിലെ പ്രമുഖമായ ഒരു മുദ്രാവാക്യമാണ് സാഹോദരി. സാഹോദരി, അവൻ എൻ്റെ സഹോദരനാണ്. അത് ജീൻവൽജീനെ ആകെ മാറ്റി. സാഹോദര്യം എന്ന ശബ്ദം ആ കാലഘട്ടത്തിൽ ആദ്യമായി ഉയരുന്നു. മനുഷ്യൻ തമ്മിലുള്ള ബന്ധം സാഹോദര്യത്തിൻ്റെതായിരിക്കണം. കൊടുക്കൽ വാങ്ങലുകൾ സാഹോദര്യ ബന്ധത്തിന്റെ പേരിലായിരിക്കണം. സമ്പത്തിന്റെ വിനിമയം സാഹോദര്യ ബന്ധങ്ങളിലായിരിക്കണം. പുതിയൊരു സന്ദേശം ഉയരുന്നു സമൂഹത്തിൽ. അവിടെ നിന്ന് ജീൻവൽജീൻ പുറത്തു വരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതക്രമങ്ങളാകെ മാറുന്നു. അദ്ദേഹം അവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനായി മാറുന്നു. വലിയൊരു പുസ്തകമാണ്. സാമൂഹ്യ പ്രവർത്തകനായി മാറുന്നു. അവിടുത്തെ മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ജനങ്ങളുടെ പ്രിയപ്പെട്ട മനുഷ്യനായി മാറുന്നു. അങ്ങനെ അദ്ദേഹം മാറുകയാണ്. ഒരു നന്മ, സഹോദരൻ എന്ന രീതിയിലുള്ള ഒരു ബന്ധം, ഒരു നന്മ ഒരു മനുഷ്യന്റെ സമൂഹത്തിൽ എങ്ങനെ മാറ്റിത്തരുന്നു. ഈ നോവൽ വായിക്കുമ്പോൾ നമ്മളുടെ ബോധ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയിൽ മാറ്റമുണ്ട്. നമ്മളുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. സാഹോദര്യത്തെ പറ്റി, മനുഷ്യന്റെ നന്മകളെ പറ്റി എങ്ങനെ ചിന്തിക്കാം, സാഹോദര്യം മനുഷ്യനോട്, സഹജീവികളോട് എങ്ങനെ സഹോദരപൂർണ്ണമോ സാഹോദര്യത്തോടുകൂടി ഇടപെടണം, ഈ ബോധത്തിലേക്ക് നമ്മൾ മാറുക. അങ്ങനെ നമ്മൾ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുക. നമ്മുടെ മലയാളത്തിൽ കൊണ്ട് ഇതുപോലെ ഒരു ഒട്ടനവധി കൃതികൾ. നമ്മുടെ ബഷീറിന്റെ പ്രേമലേഖനം വളരെ നർമ്മരസത്തോടുകൂടി അദ്ദേഹം ജയിലിൽ കിടന്നെഴുതിയൊരു കഥയാണ്. ചെറിയ പുസ്തകമാണ് പ്രേമലേഖനം. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. ബഷീറിന്റെ കഥയൊക്കെ ഒരു കാലത്ത് എല്ലാവർക്കും ഹരമായിരുന്നു. കേശവൻ നായർ അയൽവക്കത്തുള്ള വാടക വീട്ടിൽ താമസിക്കുമ്പോൾ അയൽവക്കത്തുള്ള സാറാമ്മയെ പ്രേമിക്കുന്നു. അവിടെ രണ്ട് സമുദായങ്ങളാണ്. കേശവൻ നായരും അധ്യാപകനുമാണ്. സാറാമ്മ അഭ്യസ്ത വിദ്യയാണ്, പക്ഷേ ജോലിയില്ല. ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേശവൻ നായർക്ക് സാറാമ്മയുടെ ഒരു പ്രണയം. അപ്പോൾ സാറാമ്മ പറയും, എനിക്കൊരു ജോലി വേണം എന്ന് പറയുമ്പോൾ കേശവൻ നായർ പറയുന്നു, നിനക്കൊരു ജോലി ഞാൻ തരാം, അതിന് കൂലിയും തരാം. ഏതാ ജോലി? എന്നെ പ്രേമിക്കുക, അതിന് കൂലി തരാം. അവർ പ്രണയാന്വിതരാകുന്നു. ബഷീറിന്റെ കാലത്തൊക്കെ ഒരു നായർ പുരുഷൻ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ പ്രേമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു വിപ്ലവം. അവർ പ്രണയാന്വിതരാണ്. അങ്ങനെ പല അവരുടെ കുട്ടികളുണ്ടായാൽ എന്ത് ചെയ്യും? അവർക്ക് എന്ത് പേരിടും? അപ്പോൾ ആ മതത്തിൽ പേരിടാം, ഈ മതത്തിൽ പേരിടാം. അവസാനം അവർ പേരിടാൻ തീരുമാനിക്കുന്നു ആകാശം. അങ്ങനെയൊക്കെ കുട്ടിക്ക് പേര് കൊടുക്കാൻ ജാതിയുടെയോ മതത്തിൻ്റെയോ ലാഞ്ചനകളില്ലാത്ത വസ്തുക്കളുടെ പേര് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ യാത്ര പോകണം. യാത്ര പോകാനും ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കുന്നു, കാപ്പി കുടിക്കാൻ. കേശവൻ നായർ ചായക്കടക്കാരനോട് പറയുന്നു 2 ചായ. അപ്പോൾ അദ്ദേഹം ഒരല്പം പുരുഷാധിപത്യത്തിൻ്റെ അധികാരത്തോടു കൂടിയാണ് പറയുന്നത് 2 ചായ. നമ്മളൊക്കെ പറയാറുണ്ട്. സാറാമ്മ പറഞ്ഞു, അല്പം ഖനത്തിൽ സാറാമ്മ പറഞ്ഞു, 1 കാപ്പി എന്ന് പറഞ്ഞു. വളരെ നിസ്സാരമായി നമുക്ക് തോന്നാവുന്ന ഒരു കാര്യം അല്ലേ? കേശവൻ നായർ 2 ചായ എന്ന് പറഞ്ഞപ്പോൾ ഉടൻ സാറാമ്മ പറഞ്ഞു 1 കാപ്പി. അദ്ദേഹത്തിന്റെ വാക്കിന് ഞാൻ വില കൽപ്പിക്കില്ല, എനിക്ക് കാപ്പിയാണ് ആവശ്യം അല്ലേ? കേശവൻ നായർ ഒന്ന് ഞെട്ടിയിട്ട് ഒന്നുകൂടെ ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു 1 ചായ 1 കാപ്പി. കുടുംബ ബന്ധങ്ങളുടെ ജനാധിപത്യത്തെ പറ്റി നമ്മൾ ഇന്നൊക്കെ പലയിടത്തും സംസാരിക്കാറുണ്ടല്ലേ? ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണം എവിടെയാണ് കിട്ടുക? കുടുംബ ബന്ധങ്ങളുടെ ജനാധിപത്യം.
ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ജനാധിപത്യം. വ്യക്തികൾ തമ്മിൽ ഇടപെടുമ്പോൾ കൂട്ടത്തിലുള്ളവൻ്റെ അഭിപ്രായം എന്താണ്, അവൻ്റെ ഇഷ്ടം എന്താണ്, അവൻ്റെ ആഗ്രഹം എന്താണ്, അവൻ്റെ സന്തോഷം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മളുടെ ഇഷ്ടം, നമ്മളുടെ ആഗ്രഹം അതുമാത്രമാണ് നമ്മൾ എടുത്തു കാണിക്കാറുണ്ട്. മറ്റൊന്നും നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എടുത്തു നോക്കൂ. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഇഷ്ടം, നമ്മളുടെ ആഗ്രഹം, നമ്മളുടെ തീരുമാനം അതിന് വിധേയരായി നിൽക്കണം. അത് ജനാധിപത്യമല്ല, അത് ഫാസിസം. അതിൻ്റെ പേര് ഫാസിസം എന്ന്. ഫാസിസം ഭരണകൂടങ്ങളിൽ മാത്രമല്ല, കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും നിത്യജീവിതത്തിലുമുണ്ട് ഫാസിസം. അതിനെതിരെയുള്ള ഒരു ഉത്ബോധനം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ജനാധിപത്യപരമായി എങ്ങനെ ജീവിക്കണം, ജനാധിപത്യപരമായി എങ്ങനെ പെരുമാറണം, ജനാധിപത്യപരമായി എങ്ങനെ ചിന്തിക്കണം, ജനാധിപത്യപരമായി വ്യക്തിബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ, ഭാര്യാഭർത്തൃ ബന്ധത്തെ എങ്ങനെ നിലനിർത്താം എന്ന ആശയം വളരെ ലളിതമായി, വളരെ ഹാസ്യരൂപേണ ബഷീർ നമ്മൾ ഉപയോഗിക്കുന്നു. അത് നമ്മൾ തരുന്ന ഒരു സന്ദേശമുണ്ട്. അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും. അത് സാമൂഹ്യ ജീവിതത്തിൽ പ്രതിഫലിക്കും. ഈ രീതിയിൽ നമ്മുടെ വായനകളെ മാറ്റിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. ഇന്നും അതുപോലെ എഴുത്തുകാരുണ്ട്, മറ്റു പല തരത്തിലുള്ള എഴുത്തുകാരുണ്ട്. ഈ കലയ്ക്ക് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ആശയങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടുക. കല എങ്ങനെയാണ് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്, സാഹിത്യം എങ്ങനെയാണ് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്, ഈ തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ സി.വി. രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ വായിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വളരെ നീതിമാനും ധാർമ്മികനും ശ്രേഷ്ഠനുമായ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് മാർത്താണ്ഡവർമ്മ ചിത്രീകരിക്കപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മ നോവലിൽ വായിച്ചു തീരുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഒരു ചിന്ത അതാണ്, നമ്മൾക്കുണ്ടാകുന്ന ഒരു ബോധം അതാണ്. അതേസമയത്ത് മറ്റൊരു അതിനുശേഷം ഉണ്ടായൊരു കൃതി, എന്താണ് അതിൻ്റെ പേര്, മറ്റേ ഒരു പഞ്ചാനൻ എന്ന് പറഞ്ഞൊരു സന്യാസിയുടെ കഥ പറയുന്ന നോവലുണ്ടല്ലോ, അതിൻ്റെ പേര്. അത് വായിക്കുമ്പോൾ വളരെ നികൃഷ്ടനും നിന്ദിനും ക്രൂരനുമായ ഒരു ഭരണാധികാരി, ഒരു അധികാരിയായി മാറുന്നു മാർത്താണ്ഡവർമ്മ. തൻ്റെ അധികാരത്തിന് വേണ്ടിയിട്ട് എന്ത് നീചമായ പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്തൊരു വ്യക്തിയാവുന്നു. ചരിത്രത്തിലെ സത്യവും അത് തന്നെയല്ലേ. എട്ടുവീട്ട് അന്നത്തെ രീതിയിലുള്ള ഒരു ജനാധിപത്യ ക്രമമാണ് നാട്ടുപ്രമാണിമാരും നാട്ടുകൂട്ടങ്ങളും. ആ നാട്ടുകൂട്ടങ്ങളുടെ അധിപന്മാരായിരുന്ന എട്ടുവീട്ടി പിള്ളമാർ രാജാധികാരത്തിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് അവിടെ രാജാവ് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഇയാൾക്ക് കൊട്ടാരം വിട്ടു പോകേണ്ടി വരുന്നത്. അവിടെ നിന്നാണ് സമരം ആരംഭിക്കുന്നത്, കലാപം ആരംഭിക്കുന്നത്. അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണ്? എട്ടുവീട്ടിൽ പിള്ളമാരെ മുഴുവൻ തൂക്കിലേറ്റി, കഴിവിലേറ്റി. അവർക്ക് വംശപരമ്പരകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടുത്തെ സ്ത്രീകളെയൊക്കെ പിടിച്ച് തുറയിലേറ്റി എന്ന വാക്ക്, അന്നത്തെ വാക്കതാണ് തുറയിൽ. അതൊരു ശിക്ഷാവിധിയാണ്. ഞങ്ങൾ കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികൾക്കായ ആൾക്കാർക്ക് സ്ത്രീകളെ വിട്ടുകൊടുത്തു. അവരുടെ വംശപരമ്പരകൾ ഇനി ഉണ്ടാകരുത്. അത്ര നീചമായ പ്രവൃത്തി ചെയ്തൊരു വ്യക്തിയാണ് ഈ മാർത്താണ്ഡവർമ്മ എന്നത് ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മിലേക്ക് വരും. ചരിത്ര സത്യവും അത് തന്നെയാണ്. രാമൻപിള്ളയുടെ നിലപാട് മറ്റൊന്നായതുകൊണ്ട് മാർത്താണ്ഡവർമ്മ ശ്രേഷ്ഠനായി. ഈ തരത്തിലേക്കാണ് വായന നമ്മെ കൊണ്ടുപോകുന്നത്. സമൂഹത്തിൽ വായന പ്രവർത്തിക്കുന്നത്, വ്യക്തികളിൽ വായന പ്രവർത്തിക്കുന്നത്, വ്യക്തികളെ സംസ്കരിക്കുന്നത്, വായന നമ്മളെ മാറ്റി തീർക്കുന്നത് ഇങ്ങനെയാണ്. ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഈ കഥകൾ മാത്രം പറഞ്ഞുപോയി. ഒരു ഒന്ന് രണ്ട് ആശാന്റെ കവിതകളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ആശാന്റെ കവിതകൾ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ഒരുപാട്, ചണ്ടാലഭിക്ഷുകിയായാലും ശരിയാണ്, ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെടുന്നത് ചണ്ടാലഭിക്ഷുകിയിലും ചിന്താവിഷ്ടതയായ സീതയിലും ഒക്കെയാണ്, ഇല്ലേ? ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വലിയ ശബ്ദങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മഹിളാ പ്രവർത്തകയൊക്കെ ഇരിപ്പുണ്ട്, മഹിളകളുടെ നേതാവൊക്കെ ഇരിപ്പുണ്ട്, അല്ലേ? നമ്മുടെ ഉദ്ഘാടക ചൊല്ലിയ ഒരു പദ്യം ചിന്താവിഷ്ടയായ സീതയിൽ എന്താണ്? രാജാവിനോട് ചോദിക്കുകയാണ്, എന്താണ് ഉത്തരായണത്തിന് ശേഷം അശ്വമേധയാഗം നടക്കുന്ന സദസ്സിലേക്ക് ഋഷിവര്യനായ വാൽമീകിയുടെ പാദുകങ്ങൾ പിന്തുടർന്ന് കടന്നു വരിക. രാമൻ സീതയെ തൻ്റെ സിംഹാസനത്തിന് അടുത്തിരിക്കുന്ന അവിടെ കാഞ്ചന സീതയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നിടത്തേക്ക് കസേരയിലേക്ക്, അദ്ദേഹത്തെ സിംഹാസനത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ സീത ചോദിക്കുന്നു, ഈ കാലത്തിന്, നമ്മുടെ ഈ കാലത്തിന് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് ചോദിക്കുന്നത്.
ഈ കാലത്ത് സ്ത്രീകൾ ചിന്തിക്കേണ്ടതാണ്. എന്താ ചോദിക്കുന്നേ? അതാണ് മാഡം നേരത്തെ ചൊല്ലിയത്. പ്രിയ രാഘവ വന്ദനം, പ്രിയ രാഘവ വന്ദനം ഭവാൻ. ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ, ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ, ഭയമറ്റു പറന്നു പോയിടാം ഈ ദ്യോവിലൊരു ആശ്രയം വിന. എത്ര തൻ്റെ ഇടത്തോടു കൂടിയുള്ള ഒരു സ്ത്രീയുടെ ശബ്ദം! ഈ പുരോഗമനത്തിന്റെ അത്യുന്നതിയിൽ നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഇന്നൊരു സ്ത്രീക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? പ്രിയ രാഘവ വന്ദനം, വളരെ വിനയാന്വിതയായിട്ടാണ് പറയുന്നത്, വന്ദനം നിനക്ക്. പക്ഷേ നിന്റെ കൈത്താങ് എനിക്ക് വേണ്ട. നിന്റെ ഈ ശക്തമായ ബലിഷ്ഠമായ ഭുജങ്ങളുണ്ടല്ലോ, അതെനിക്ക് വേണ്ട. ഞാനത് വിട്ടുപോകുക. നിന്റെ ഭുജശാഖയിൽ നിന്ന് ഞാൻ വിട്ടുപോകുന്നു. ഈ ദ്യോവിലൊരാശ്രയം വിന, ഈ ഭൂമിയിൽ മറ്റൊരാശ്രയവുമില്ലെങ്കിലും എനിക്കത് പ്രശ്നമല്ല. നിരാശ്രയായി തെരുവിൽ അലയേണ്ടി വന്നാലും ക്രൂരരായ രാഘവ, പ്രിയവിദ്യയെ പീഡിപ്പിക്കാവുന്നതിന്റെ പരമാവധി പീഡിപ്പിച്ചൊതുക്കിയ നിന്നെ എനിക്കിനി വേണ്ട. നിന്റെ രാജാധികാരത്തിന്റെ ശക്തിയൊന്നും എനിക്കിനി ആവശ്യമില്ല. ഞാൻ നിന്നെ വിട്ടുപോവുകയാണ്. ഇത് ആശാൻ ഏത് കാലത്താ പറഞ്ഞ്? ഏതാണ്ട് 100 വർഷമാകുന്നു. അന്ന് നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി എന്താ? നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി എന്താ? ഇത് വായിച്ച് അന്നത്തെ ജനങ്ങൾ ഉത്ബുദ്ധരായി, അല്ലേ? ആശാന്റെ കൃതികൾ സാധാരണ ജനങ്ങൾ വായിച്ചു, അവർ ഉത്ബുദ്ധരായി. തുടർന്ന് വീണ്ടും പറയുന്നു സീത, എന്താ അരുതെന്താ ഈ വീണ്ടും എത്തി ഞാൻ തിരുമുമ്പിൽ തെളിവേകിത ദേവിയായി, മരുവീടുമെന്ന് മന്നവൻ കരുതുന്നുവോ, ശരി പാവയോ ഇവൾ. സ്ത്രീ സ്വാതന്ത്ര്യത്തെപ്പറ്റി ഉച്ചത്തിൽ പ്രസംഗിക്കുന്ന ഈ കാലത്ത് സീത രാമനോട് ചോദിക്കുന്നു, ഞാൻ പാവയാണോടോ? ഇയാൾ എന്താ വിചാരിച്ചേ? ഈ ക്രൂരതകളെല്ലാം എന്നോട് കാണിച്ചിട്ടും ഞാൻ വന്നിട്ട് തൻ്റെ അടുത്ത് ഇരിപ്പിടത്തിൽ ഇരിക്കുമെന്ന് താങ്കൾ ധരിക്കുന്നു? താങ്കൾക്ക് തെറ്റി. ഞാൻ പാവയല്ല, ഞാൻ ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള ഒരു സ്ത്രീയാണ്. ഇത് നമ്മുടെ ബോധത്തെ ഏത് തലത്തിലേക്ക് മാറ്റും? നമ്മുടെ സ്ത്രീകളൊക്കെ ഈ കാലത്ത് വായിക്കേണ്ടതാണ്, ഈ കാലത്ത് വായിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. ചിന്താവിഷ്ടയായ സൂചിതയൊക്കെ അടുത്തു പറയുന്നു, അനഘാശയ ക്ഷമിക്കയൻ മനവും ചേതനയും വഴങ്ങിട, നിനായകം അരിച്ചു പോന്നിടാം വിനയത്തിന് വിധേയമാവുടൽ. അനഘാശയ, നീ എന്നോട് ക്ഷമിക്കണം. എൻ്റെ മനസ്സും ചേതനയും വഴങ്ങുന്നില്ല. നിനക്ക് കീഴ്പ്പെടാൻ, നിന്റെ പട്ടമഹിഷിയായിരിക്കാൻ, നിന്റെ ഭാര്യയായി അലങ്കാരത്തോടു കൂടി ഇരിക്കാൻ എൻ്റെ മനസ്സും ചേതനയും വഴങ്ങുന്നില്ല. അതുകൊണ്ട് ഞാൻ മറിച്ച് ചിന്തിക്കുന്നു, നീ ക്ഷമിക്കേ. ഇത് വായിക്കുമ്പോൾ നമ്മുടെ ബോധമനസ്സിൽ സ്ത്രീകളെ സംബന്ധിച്ച്, സ്ത്രീകളോട് നമ്മൾ പെരുമാറുമ്പോൾ, ഒരു കുടുംബ ബന്ധത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, കാമുകി ബന്ധത്തിൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുക? എന്ത് നിലപാടാണ് നമ്മളിൽ ഉണ്ടാക്കുക? നമ്മുടെ ബോധതലത്തിൽ എന്ത് മാറ്റമാണ് ഇത് ഉണ്ടാക്കുന്നത്? ഇതൊക്കെ ഇതിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലേണ്ടത്. അതുപോലെ തന്നെ ചണ്ടാലപക്ഷി വായിക്കുമ്പോൾ സീത വീണ്ടും അതിന് മുമ്പൊരിക്കൽ ചോദിക്കുന്നുണ്ട്, അലങ്കയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവളുടെ ചാരിത്രത്തെ സംശയിക്കുമ്പോൾ ചോദിക്കുന്നു, വിരൽ ചൂണ്ടി ചോദിക്കുന്നു, പടു രാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ? ഇന്നൊരു പെണ്ണ് ചോദിക്കാൻ ധൈര്യം കാണിക്കത്തില്ല. നമ്മൾ പത്രത്തിലൊക്കെ ധാരാളം വായിക്കാറുണ്ട്, ബലാത്കാരം ചെയ്യപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ. അവർ സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ട പെണ്ണാണ്. ഉള്ളിയലോടെ മറ്റൊരുത്തൻ ഉപയോഗിച്ചു, മറ്റൊരുത്തൻ ബലാത്കാരം ചെയ്തു, ഇരയെന്ന് മുദ്ര കുത്തി നമ്മൾ തള്ളും. ഉയർന്ന ബോധമുള്ളവർ പോലും ആ നിലപാട് സ്വീകരിക്കും. പക്ഷെ സീത ചോദിക്കുന്നു, ഞാൻ പിഴച്ചതോ? എൻ്റെ തെറ്റാണോ? എൻ്റെ തെറ്റാണോ? പടു രാക്ഷസ ചക്രവർത്തി എന്നെ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ എന്ന് ആശാൻ സീതയെ കൊണ്ട് ചോദിപ്പിക്കുന്നു. ഇതൊക്കെ സ്ത്രീകളിലുണ്ടാകാവുന്ന നമ്മുടെ സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായ വരികളല്ലേ? അതുപോലെ ചണ്ടാലഭിക്ഷുകി ജാതിക്കെതിരെ 100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകം, 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ സമൂഹത്തിന്റെ സ്ഥിതി എന്താ? നമുക്കിങ്ങനെ കൂട്ടായിരിക്കാൻ കഴിയുമായിരുന്നു 100 വർഷങ്ങൾക്ക് മുമ്പ്? കൂട്ടായിരിക്കാൻ കഴിയില്ല. 16 അടി, 32 അടി, 64 അടിയൊക്കെ അകലത്തിൽ മാത്രമേ നിൽക്കാൻ കഴിയുമായിരുന്നു. ആ കാലത്താണ് ചണ്ടാലഭിക്ഷുകി എഴുതുന്നത്, അല്ലേ? ആ കാലത്താണ് ചണ്ടാലഭിക്ഷുകി എഴുതുന്നത്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹു. അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പെൺകുട്ടിക്കൂട് അല്ലല്ലെന്തു ജാതി പറഞ്ഞതോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലിടും ആര്യന്മാർ.
ശ്രേഷ്ഠന്മാരായ മനുഷ്യര് നീചജാതിയിൽ അവൾ സ്വയം പറയുന്നു. അന്ന് സമൂഹത്തിന് പകർന്നു തന്നിരുന്നൊരു ബോധം അതാണ്, പാപജന്മങ്ങളാണ്. നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിലെ എണ്ടംതുരുത്തി വനിക്കൽ നമ്പൂതിരി മഹാത്മാഗാന്ധിയോട് പറഞ്ഞ വാക്കതാ, അവർ പാപജന്മങ്ങളാണ്, നീചജന്മങ്ങളാണ്, അവർക്ക് വഴി നടക്കാൻ പറ്റില്ല, അത് വഴി നടക്കാൻ പാടില്ല. ആ കാലത്താണ് ആശാൻ ഈ ചോദിക്കുന്നത്, നീചദാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലഴുമാരിന്മാർ. അദ്ദേഹം എന്തു പറയുന്നു? ആനന്ദൻ പറയുന്നു, ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹോ, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. ഇങ്ങോട്ട് വരുമ്പോൾ ബ്രാഹ്മണ്യത്വത്തെയും ജാത്യാധിപത്യത്തെയും ഒക്കെ ബുദ്ധനെ കൊണ്ട് മറിച്ച് പറയിപ്പിക്കുന്നു. ഇപ്പൊ ജാതി ചിന്തക്കെതിരെ, ഐത്തത്തിനെതിരെ, തീണ്ടലിനെതിരെ നമ്മുടെ മനസ്സിലൊരു ബോധമുണ്ടാക്കാൻ, നമ്മുടെ ബോധസ്ഥലത്തെ ചലിപ്പിക്കാൻ ആശാന് കഴിയും. ഈ തരത്തിൽ എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വായിച്ചാൽ ഈ നമ്മുടെ ബോധതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും, നമ്മുടെ ചിന്തകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും, നമ്മുടെ നിലപാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും, നമ്മുടെ സമൂഹത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വായന നമ്മെ സഹായിക്കും. അത് നമ്മുടെ ബോധതലത്തെ ചേഞ്ച് ചെയ്യും എന്ന് മാത്രമല്ല, നേരത്തെ ഇവിടെ പറഞ്ഞ് മധുവാണെന്ന് തോന്നുന്നു പറഞ്ഞത്, എൻ്റെ ന്യൂറോളജിക്കൽ ഫാക്ട്സ് ഒക്കെ പറഞ്ഞു. സയൻറ്റിഫിക്കായിട്ട് പഠനം നടത്തി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ന്യൂറോളജിക്കൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ബോധത്തിൽ ഒക്കെ ഉണ്ടാക്കാവുന്ന ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിൽ വരുന്ന മാറ്റങ്ങളൊക്കെ പഠനം നടത്തി തെളിയിക്കപ്പെട്ടിട്ടുള്ളൂ, വായിക്കുന്നവർക്കുണ്ടാകുന്നത്. സാധാരണ ലളിതമായി പറയുന്നൊരു വാക്കുണ്ട്, ഉറക്കം വരാതിരിക്കുമ്പോൾ സാധാരണ ഈ മൊബൈലൊക്കെ നോക്കി കിടന്നാൽ ഉറക്കം വരത്തില്ല. കാരണം ഈ സ്ക്രീനുമായിട്ടുള്ള കാഴ്ച നമ്മുടെ ഉറക്കത്തിൽ നിന്നും ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാണ്. അപ്പോൾ ഉറക്കം വരാത്തവർ ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും വായിക്കുക, വായിച്ചുകൊണ്ട് കിടക്കുക, വായിച്ച് ഉറങ്ങുക, സുഖമായി ഉറങ്ങാൻ കഴിയും. അപ്പോൾ ഈ ന്യൂറോളജിക്കൽ പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ അത് 100% തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാനിനി സമയം കളയുന്നില്ല. ഞാൻ പണിക്കർ സാറിൻ്റെ ഒരു വാക്ക് കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. അദ്ദേഹം ഒരുപാട് ജാഥകൾ നടത്തിയിട്ടുണ്ട്, ഈ ഗ്രന്ഥശാല സംഘത്തിൻ്റെയും കാൻഫഡിൻ്റെയും ഒക്കെ പേര്. അതിൽ ജനജാഗ്രതാ ജാഥ നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഒരു മുദ്രാവാക്യം, അതിങ്ങനെയാണ്, വളരെ ലളിതമായ ഒരു വാചകം: ജനബോധത്തെ വളർത്തിയിടാതെ നാടിനെ എങ്ങനെ മാറ്റാനാണ്? ഇന്ന് നമ്മൾ ഈ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ സമൂഹം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ഈ രീതിയിലല്ലെന്നേ ഉള്ളൂ, മറ്റ് പല തലങ്ങളിലും മറ്റ് പല രീതിയിലുമാണ് ചർച്ച ചെയ്യുന്നത്. ജനബോധത്തെ മാറ്റിയിടാതെ, ജനബോധത്തെ വളർത്തിയിടാതെ നാടിനെ എങ്ങനെ മാറ്റാനാണ്? ജനജാഗ്രതാ ജാഥയിലെ പണിക്കർ സാർ ഉന്നയിച്ച ഒരു മുദ്രാവാക്യം. ജനങ്ങളുടെ ബോധതലത്തിലാണ് മാറ്റമുണ്ടാകേണ്ടത്. നമ്മൾ തെരുവിൽ നടന്ന് മുദ്രാവാക്യം വിളിച്ചതുകൊണ്ടോ സമരം നടത്തിയതുകൊണ്ടോ ഒന്നും സമൂഹത്തിൽ മാറ്റം വരാൻ പോകുന്നില്ല. ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ പോകുന്നില്ല. മാറ്റം വരണമെങ്കിൽ സമൂഹത്തിലെ ജനങ്ങളുടെ ബോധതലത്തിൽ മാറ്റം വരണം, നമ്മുടെ ചിന്തകളിൽ മാറ്റം വരണം, നമ്മുടെ നിലപാടുകളിൽ മാറ്റം വരണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഒരു സമൂഹത്തിന് ശരിയായ രീതിയിലുള്ള നിലപാടുകൾ ഉണ്ടാകൂ. ചാഞ്ചല്യമില്ലാത്ത രീതിയിൽ നിലപാടുകൾ ഉണ്ടാകുക, അഭിപ്രായങ്ങൾ ഉണ്ടാകുക, അവിടെ ശക്തമായി ഉറച്ചു നിൽക്കുക. ഈ രീതിയിൽ പോകണമെങ്കിൽ നമ്മൾ വായിക്കുകയും അറിവുണ്ടാകുകയും അതിനെ നമ്മുടെ ബോധതലത്തിലേക്ക് എത്തിക്കുകയും നമ്മുടെ ചിന്തയെയും നിലപാടുകളെയും ഒക്കെ അതിനനുസരിച്ച് രൂപാന്തരപ്പെടുത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ മാത്രമേ നാം ഒരു സംസ്കാര സമ്പന്നമായ സമൂഹം എന്ന് പറയാൻ പറ്റൂ. ഇന്നലകളിൽ നിന്ന് മുന്നോട്ട് നടക്കുമ്പോഴാണ് ഇന്നലകളിലുണ്ടായ അനുഭവങ്ങൾ, ഇന്നലകളിലുണ്ടായ പാഠങ്ങൾ, ഇന്നലകളിൽ നിന്ന് നമ്മൾ ആർജിച്ച അറിവുകൾ, ഇന്നിൻ്റെ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന അറിവുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ നിലപാടുകൾ സ്വീകരിക്കുകയും ഇന്നലെ ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഇന്നലെ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, ഇന്നലെ നമ്മുടെ രാജ്യം ഇങ്ങനെയായിരുന്നു, ഇന്നലെ നമ്മുടെ മതം ഇങ്ങനെയായിരുന്നു, 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നത് ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ സംസ്കാര ശൂന്യതയാണ്. സംസ്കാരം എന്ന് പറയുന്നത് മാറി മാറി വരുന്ന കാലഘട്ടത്തിലുള്ള അറിവിനെ ആർജിച്ചിട്ട്
ആ അറിവിനെ നമ്മുടെ ബോധതലത്തിൽ മാറ്റങ്ങൾ വരുത്തി, ചിന്തകളിൽ മാറ്റങ്ങൾ വരുത്തി, പുതിയ കാലത്തിനനുസരിച്ച് നിലപാടുകളിലേക്ക് മാറുകയും നമ്മുടെ ജീവിതക്രമത്തെ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് സംസ്കാരമുള്ള വ്യക്തികളും സംസ്കാരമുള്ള സമൂഹവുമായി മാറുന്നത്. നമുക്ക് ഓരോരുത്തർക്കും പുനർചിന്തനത്തിന് ഈ സമയങ്ങൾ ഉപയോഗിക്കാം. നമ്മൾ അങ്ങനെയാണോ? ഞാൻ അങ്ങനെയാണോ? ഞാൻ മാറാൻ തയ്യാറാണോ? ഇന്നലെ വരെ ഞാൻ പുലർത്തിയിരുന്ന ചിന്തകളിൽ നിന്ന്, നിലപാടുകളിൽ നിന്ന് മാറാൻ ഞാൻ തയ്യാറാണ്. ഈ ദിവസങ്ങൾ ആ മാറ്റത്തിന് അനുകൂലമായിരിക്കണം, അതിന് പ്രചോദനമായിരിക്കണം. അതിനുവേണ്ടി നാം വായിക്കണം, അതിനുവേണ്ടി നാം അറിയണം. ഈ ചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഉപനിഷത്കാരന്മാരൊക്കെ ആ മഹാമന്ത്രം എഴുതി വെച്ചത്. പ്രജ്ഞാനം ബ്രഹ്മ, പ്രകർഷയുടെ ജ്ഞാനം, അറിവ് എവിടെ നിന്നുണ്ടാകും? അറിവ് ശൂന്യതയിൽ നിന്നൊന്നും കിട്ടില്ല. അതാണ് ബ്രഹ്മം. ബ്രഹ്മം എന്തെന്നൊക്കെ ഇപ്പോൾ തർക്കമൊക്കെ ഉണ്ട്. ഭൗതികശാസ്ത്രപരമായ ഘടകങ്ങളിലേക്കാണ് ചിന്തകൾ പോകുന്നത്. അത് വേറൊരു വിഷയം അല്ലേ. വാക്യേവ ബ്രഹ്മം, ഓം ഇത്യേകാക്ഷരം ബ്രഹ്മം. ഓം വാക്കിൻ്റെ പ്രതീകമാണ്, 3 അക്ഷരങ്ങൾ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു വാക്കാണ്. അതിന് നമ്മൾ വേറെ തരത്തിലൊക്കെ വ്യാഖ്യാനിച്ചൊക്കെ കൊണ്ടുപോയി. അത് പലരുടെയും ആവശ്യമായി. നമ്മളൊക്കെ അതിന് കീഴ്പ്പെട്ട് നിൽക്കുക. ഈ രീതിയിലൊക്കെ നമ്മുടെ ചിന്തയെ മാറ്റുകയും ബോധതലത്തെ മാറ്റുകയും ചിന്തയെ വികസിപ്പിക്കുകയും നിലപാടുകൾ സ്വീകരിക്കാൻ സന്നദ്ധരാകുകയും അതിനെൻ്റെ വാക്കുകൾ പ്രേരണയായിട്ടുണ്ടാകും എന്ന് ധരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.